അഗ്നിനക്ഷത്രം. ബിസിനസ്സുകാരനായ രാജശേഖരന് 2 മക്കളാണ്, അരുണും അമ്മുവും. അരുൺ വിവാഹം കഴിഞ്ഞ് 1.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട്. അരുണിന്റെ ഭാര്യ രാജി, അമ്മ ജയ. അമ്മു എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത്. കണ്ണാടിയുടെ മുന്നിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന അമ്മുവിന്റെ അടുത്തേക്ക് ജയ വന്ന് പറഞ്ഞു, "കുറെ നേരായല്ലോ നിന്ന് ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം?" "കഴിയാറായി അമ്മേ. എപ്പോഴും പോകുന്നത് പോലെ ഇന്ന് പോയാൽ പറ്റില്ലല്ലോ. ഇന്ന് സെന്റ് ഓഫ് അല്ലേ?" കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാതെ അമ്മു പറഞ്ഞു. "എന്നും പോകുന്ന നീ തന്നെയല്ലേ ഇന്നും പോകുന്നത്? എന്നും വരാറുള്ള അതേ കുട്ടികൾ തന്നെയല്ലേ ഇന്നും വരുന്നത്? അതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്ന് ഇത്ര ഒരുങ്ങാനെന്താ?" ജയ ചോദിച്ചു. "ഇത് അമ്മയുടെ കാലല്ല. ഓരോ ദിവസവും ഓരോ ട്രെൻഡാ. അതിനനുസരിച്ച് നമ്മളും മാറണം" എന്ന് പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ജയയ്ക്ക് നേരെ തിരിഞ്ഞ് അമ്മു ചോദിച്ചു, "ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്?" "ഒട്ടും കൊള്ളൂല. ഇമ്മാതിരി വേഷം കെട്ടി കോളേജിൽ പോകാൻ നിനക്ക് നാണല്ലേ?" ജയ ചോദിച്ചു. "ഇതിലെന്താ അമ്മേ തെറ്റ്? നന്നായിട്ടില്ലേ?" അമ്മു ചോദിച്ചു. "ഒട്ടും നന്നായിട്ടില്ല. ഈ ഇറുകി പിടിച്ച ജീൻസും ടോപ്പും അത് അഴിച്ചുമാറ്റി നല്ല വല്ല ഡ്രസ്സും ഇട്ടിട്ട് പോയാൽ മതി. നിന്റെ അച്ഛനും ഏട്ടനും കണ്ടാൽ എനിക്കും കൂടി വഴക്ക് കേൾക്കും" ജയ പറഞ്ഞു. "അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണോ? രാജി കുഞ്ഞുണർന്ന് എടുക്കാൻ പോയി. ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ പോണം. അമ്മ കഴിക്കാൻ എടുത്തതായോ?" എന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ട് വന്നു. "ഇപ്പൊ എടുത്തു തരാം, നീ നടന്നോ," ജയ പറഞ്ഞു. "നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ?" അരുൺ അമ്മുവിനോട് ചോദിച്ചു. "ഉണ്ടേട്ടാ," അവൾ പറഞ്ഞു. "ഈ കോലത്തിലാണോ പോകുന്നത്?" അരുൺ ചോദിച്ചു. "അത് ഏട്ടാ, ഇന്ന് സെന്റ് ഓഫ് ആണ്. എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വരിക," അമ്മു പറഞ്ഞു. "മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും കോലം കെട്ടി വന്നോട്ടെ. എന്റെ അനിയത്തി ഇമ്മാതിരി വേഷം കെട്ടി പുറത്തു പോകുന്നത് എനിക്കിഷ്ടല്ല," അരുൺ പറഞ്ഞു. "ഏട്ടാ, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടാ. എപ്പോഴും യൂണിഫോം അല്ലേ ഞാൻ ഇടാറ്. ഇന്നൊരു ദിവസം ഈ ഡ്രസ്സ് ഇടട്ടെ ഏട്ടാ, പ്ലീസ്," അമ്മു പറഞ്ഞു. "നിനക്ക് ഈ ഡ്രസ്സ് അത്രയ്ക്ക് ഇഷ്ടായെങ്കിൽ ഇതിട്ടിട്ട് വീട്ടിൽ നടന്നോ. ഇവിടെന്ന് പുറത്തു പോകണമെങ്കിൽ നല്ല മാന്യമായ ഡ്രസ്സ് ഇടണം," അരുൺ പറഞ്ഞു. "ഈ ഡ്രസ്സിന് എന്ത് മാന്യത കുറവായേട്ടാ ഉള്ളത്. ഇന്നൊരു ദിവസം ഞാൻ ഇതിടട്ടെ ഏട്ടാ. ഇന്ന് സെന്റ് ഓഫ് ആണ്," അമ്മു പറഞ്ഞു. "വേണ്ട എന്ന് പറഞ്ഞില്ലേ, പിന്നെയും നീ എന്തിനാ ചോദിക്കാൻ നിൽക്കുന്നത്?" എന്ന് പറഞ്ഞ് അരുൺ റൂമിൽ നിന്ന് പോയി. "നിന്റെ ഏട്ടൻ പറയുന്നത് കേട്ടല്ലോ. മര്യാദയ്ക്ക് ഇത് അഴിച്ചുമാറ്റി വേറെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടുന്ന് പോയാ മതി," ജയ പറഞ്ഞു. "അമ്മേ, കുഞ്ഞിനെ ഒന്ന് പിടിക്കുവോ? ഞാൻ അച്ഛനും അരുണേട്ടനും കഴിക്കാൻ കൊടുക്കട്ടെ," എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് രാജി അങ്ങോട്ട് വന്നു. ജയ കുഞ്ഞിനെ വാങ്ങി കളിപ്പിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പോയി. ഒപ്പം രാജിയും പോകാൻ തുടങ്ങിയപ്പോൾ അമ്മു രാജിയെ അവിടെ പിടിച്ചു നിർത്തി. "ഏട്ടത്തി പ്ലീസ്, ഇന്നൊരു ദിവസം ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയിക്കോട്ടെ എന്ന് ഏട്ടനോട് ഒന്ന് പറയോ?" അമ്മു ചോദിച്ചു. "ഇതും പറഞ്ഞ് നിന്റെ ഏട്ടന്റെ അടുത്തേക്ക് ചെന്നാൽ നിന്റെ ഏട്ടൻ എന്നെ ബാക്കി വെച്ചേക്കില്ല." "ഞാൻ പറയില്ല, എനിക്ക് പേടിയാ," രാജി പറഞ്ഞു. "ഈ ഡ്രസ്സിന് എന്ത് കുഴപ്പമുള്ളത് ഏടത്തി?" അമ്മു ചോദിച്ചു. "ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. നീ ഇതിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ നിന്റെ ഏട്ടനും അച്ഛനും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് ഇഷ്ടല്ല. അതുകൊണ്ട് ഇത് മാറ്റിയിട്ടിട്ട് പോയാൽ മതി," രാജി പറഞ്ഞു. "കഷ്ടം തന്നെ ഏടത്തി, സ്വന്തം ഇഷ്ടത്തിന് ഒന്ന് ഡ്രസ്സ് ഇടാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ," അമ്മു പറഞ്ഞു. "ഞാൻ പോട്ടെ. കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏട്ടൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും," എന്ന് പറഞ്ഞ് രാജി അവിടെ നിന്ന് പോയി. അമ്മു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെരിഞ്ഞും മറിഞ്ഞു ഒന്ന് നോക്കി സങ്കടപ്പെട്ട് ആ ഡ്രസ്സ് മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടു. അതിട്ട് ഡൈനിങ് ഹാളിലേക്ക് വന്ന അമ്മുവിനെ കണ്ട് രാജി പറഞ്ഞു, "ആ, ഇപ്പം നന്നായിട്ടുണ്ട്. ഈ മുടി നിനക്കൊന്ന് കെട്ടിവെച്ചൂടെ?" രാജശേഖരൻ ചോദിച്ചു. "അച്ഛാ, ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഇടാനോ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്റെ മുടി എങ്ങനെ കെട്ടണമെന്നെങ്കിലും ഞാൻ തീരുമാനിച്ചോട്ടെ," അമ്മു പറഞ്ഞു. "മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കാറ്റത്ത് പാറിക്കളിക്കുന്നതാണോ നിന്റെ ഇഷ്ടം? അത് പറ്റില്ല. കെട്ടിവെച്ചിട്ട് പോയാൽ മതി," രാജശേഖരൻ പറഞ്ഞു. അമ്മു വളരെ സങ്കടത്തോടെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. അമ്മു കോളേജിലെത്തുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നല്ല മോഡേൺ ഡ്രസ് ധരിച്ചായിരുന്നു വന്നിരുന്നത്. അവളെ കണ്ട് അവളുടെ ഫ്രണ്ട്സ് ചോദിച്ചു, "നീയല്ലേ പറഞ്ഞത് സെന്റ് ഓഫിനിടാൻ മോഡേൺ ഡ്രസ് വാങ്ങിയിട്ടുണ്ടെന്ന്? ഇതാണോ അത്?" "വാങ്ങിയിരുന്നു. ഞാൻ നേരത്തെ ഉണർന്ന് കുളിച്ച് ആ ഡ്രസ് ഇട്ട് വീട്ടിലിരുന്നു. അപ്പോൾ അതിൽ കുറെ കറയായി. അതുകൊണ്ടാ അത് മാറ്റേണ്ടി വന്നത്," അമ്മു കള്ളം പറഞ്ഞു. "എല്ലാവരും എത്തിയിട്ടുണ്ട്, വാ," എന്ന് പറഞ്ഞ് അവരെല്ലാവരും കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ അമ്മുവിനെ സ്നേഹിക്കുന്ന ദീപക് അവിടേക്ക് വന്നു. അമ്മു ദീപകിനെ കണ്ടപ്പോൾ ഫ്രണ്ട്സിനോട്, "ഞാൻ ഇപ്പൊ വരാം," എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ദീപകിന്റെ അടുത്തേക്ക് പോയി. "ദീപക് ഇപ്പൊ വന്നിട്ടേ ഉള്ളോ?" അമ്മു ചോദിച്ചു.
ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് ഫ്രണ്ട്സിനൊപ്പം പുറത്തു നിൽക്കായിരുന്നു, ദീപക് പറഞ്ഞു. അവർ രണ്ടാളും അവിടെ നിന്ന് പതിയെ നടക്കാൻ തുടങ്ങി. നാളെ മുതൽ ക്ലാസ് ഉണ്ടാകില്ല. ഇനി തമ്മിൽ കാണുന്നതെങ്ങനെയാ? അമ്മു ചോദിച്ചു. എന്തിനെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ എനിക്ക് വിളിക്ക്, ഞാൻ വരാം, ദീപക് പറഞ്ഞു. അമ്മയുടെ അടുത്തിടയും കൂടെ പുറത്തിറങ്ങാൻ പറ്റൂ, അല്ലാതെ തനിച്ചു വിടില്ല, അമ്മു പറഞ്ഞു. എക്സാം കഴിഞ്ഞാൽ എന്താ നിന്റെ പരിപാടി? ദീപക് ചോദിച്ചു. അത് പറയാനുണ്ടോ ദീപക്? അച്ഛൻ കമ്പനിയിലേക്ക് വരാൻ പറയും, അത്ര തന്നെ, അമ്മു പറഞ്ഞു. നീ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മു ചോദിച്ചു. എനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുണ്ട്, ദീപക് പറഞ്ഞു. പക്ഷേ ദീപക്, നീ പോയാൽ പിന്നെ? അമ്മു ചോദിച്ചു. എന്റെ വീട്ടിലെ സാഹചര്യം നിനക്കറിഞ്ഞൂടെ? 2 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്. ചെറിയൊരു ബേക്കറിയിൽ നിന്ന് അച്ഛൻ ഞങ്ങളെ 3 ആളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റ് സേവിങ്സ് ഒന്നുമില്ല. നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിദേശത്ത് നിന്ന് കിട്ടും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്, ദീപക് പറഞ്ഞു. ദീപക്, നമ്മുടെ കാര്യം? അമ്മു ചോദിച്ചു. പോകുന്നതിന് മുമ്പ് നമ്മുടെ കല്യാണം നടത്തണമെന്നുണ്ട്, ദീപക് പറഞ്ഞു. ദീപക്, അച്ഛനും ഏട്ടനും ഒട്ടും സമ്മതിക്കില്ല, അമ്മു പറഞ്ഞു. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ തയ്യാറാണ്, ദീപക് പറഞ്ഞു. അച്ഛനും ഏട്ടനും വെറുതെ ഇരിക്കുമെന്ന് ദീപകിന് തോന്നുന്നുണ്ടോ? നമ്മളെ 2 ആളെയും കൊന്നുകളയും, അമ്മു പറഞ്ഞു. നിനക്ക് ഒരു ജോലിയായാൽ വീട്ടുകാരെ കൂട്ടി എന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വായോ. പിന്നെ ഞാൻ നിർബന്ധം പിടിച്ച് എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയെടുക്കാൻ നോക്കാം, അമ്മു പറഞ്ഞു. വാ, എല്ലാവരും അവിടെ എത്തിയിട്ടില്ലേ, നമുക്കും അങ്ങോട്ട് പോകാം, ദീപക് പറഞ്ഞു. എന്നിട്ടവർ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ തിരികെ പോയി. രാജശേഖരനും അരുണും കൂടി ഓഫീസിലിരുന്ന് സംസാരിക്കുന്നു. അമ്മുവിന്റെ ക്ലാസ് കഴിയാറായില്ലേ? എക്സാം കഴിഞ്ഞാൽ അവൾ കമ്പനിയിൽ കയറട്ടെ. കുറച്ച് എക്സ്പീരിയൻസ് ആയി വന്നിട്ട് മതി കല്യാണം. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ നരേന്ദ്രൻ കിരണിനു വേണ്ടി അമ്മുവിനെ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ അവള് പഠിക്കുകയാണ്, അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അവരത് ഓർത്തുവെച്ച് ഇന്നലെ വിളിച്ചിരുന്നു. ക്ലാസ് കഴിയാറായില്ലേ, ഇത്തവണ നാട്ടിൽ വരുമ്പോൾ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് തീരുമാനിക്കാന്ന് ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞതാ. എന്നാൽ ഇപ്പോൾ ഉറപ്പിച്ചു വെച്ചാ മതി. ഇനി പിന്നെ നാട്ടിൽ വരുമ്പോൾ മതി കല്യാണം എന്ന് പറയണം, രാജശേഖരൻ പറഞ്ഞു. നാട്ടിലും വിദേശത്തൊക്കെ ഒരുപാട് ബിസിനസ്സുള്ള വലിയൊരു ബിസിനസ് ഗ്രൂപ്പാ അവരുടേത്. ഈ ആലോചന വിട്ടുകളയാതെ പെട്ടെന്ന് തന്നെ നടത്തുന്നതല്ലേ അച്ഛാ നല്ലത്, അരുൺ ചോദിച്ചു. എങ്കിലും അരുൺ, പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് അവളെ വിടണോ? അടുത്ത കൊല്ലം നടത്തിയാൽ പോരെ, രാജശേഖരൻ ചോദിച്ചു. അടുത്ത കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നീണ്ടുപോയില്ലേ അച്ഛാ, അരുൺ ചോദിച്ചു. നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വച്ചാ ചെയ്യാം. എന്തായാലും അവർ നാട്ടിൽ വരാൻ 2 മാസം കൂടെ കഴിയും. എന്നിട്ട് തീരുമാനിക്കാം. അതുവരെ അവളോട് പറയണ്ട, രാജശേഖരൻ പറഞ്ഞു. സെൻഡ് ഓഫ് കഴിഞ്ഞ് ദീപക് അമ്മുവിനെ ഒന്നുകൂടി കണ്ടു. നിന്റെ അച്ഛന്റെയും ഏട്ടന്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമോ? നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല, ദീപക് പറഞ്ഞു. ദീപക്, അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നീ ഗൾഫിൽ പോയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? നീ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അച്ഛനും ഏട്ടനും എനിക്ക് മറ്റൊരു വിവാഹം നോക്കുകയാണെങ്കിൽ നിന്നെ അറിയിക്കാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാനും കഴിയും. എന്നാ നീ ഇവിടെ ഇല്ലെങ്കിൽ നീ ഇപ്പോ നാട്ടിൽ തന്നെ ഒരു ജോലി നോക്ക്. എന്റെ വീട്ടിൽ എനിക്ക് വിവാഹാലോചന തുടങ്ങിയാൽ ഞാൻ നിന്നോട് പറയാം. അപ്പോ നീ നിന്റെ വീട്ടുകാരെ കൂട്ടി എന്റെ വീട്ടിലേക്ക് വന്നാ മതിയല്ലോ, അമ്മു പറഞ്ഞു. ആ, നോക്കാം. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു.